ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പതിവ് പോലെ ഞാനും എൻ്റെ നൂനും കൂടെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയതാണ്. അവൾ നല്ല ഓട്ട മത്സരത്തിലാണ്. ആ, കഴിഞ്ഞ ദിവസം ഞാൻ ഇവളുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു സ്റ്റോറി പറഞ്ഞായിരുന്നു. എനിക്കൊരു പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നെ സ്കൂളിൽ കൊണ്ടാക്കും, അങ്ങനെ തിരിച്ചും അവൻ കൊണ്ടുവിടും, തിരിച്ചും വീട്ടിലും കൊണ്ടാക്കും. അങ്ങനെ പറഞ്ഞിട്ടൊരു സ്റ്റോറി ഇട്ടപ്പോൾ എനിക്ക് വന്നൊരു കമൻ്റ് ആയിരുന്നു, ഒരു പക്ഷേ ആ പട്ടി മരിച്ചിട്ട് അവൻ നൂനുവായിട്ട് പുനർജനിച്ചതാണെങ്കിലോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് അവന്റെ പേര് നൂനുവിനിട്ട് വിളിക്കുവാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേന്ന്. ശരിക്കും ആ ടൈമിലാണ് ഞാൻ ചിന്തിച്ചത്, ഒരു പക്ഷേ ശരിയായിരിക്കും അല്ലെ, നൂനുവായിട്ട് പുനർജനിച്ചതാണെങ്കിലോ. ഉം. കേൾക്കുന്നവർക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നായിരിക്കും, പക്ഷേ അവള് അവളുടെ ഒരു പ്രവർത്തിയൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യും കേട്ടോ. ഭയങ്കര സ്നേഹ, കണ്ടില്ലേ, അതാ വരുന്നു, കൂടെ കൂടെ വരുന്നുണ്ട് പുള്ളി. ഞാൻ ചെറുതായിട്ട് നിന്നേ, അപ്പൊ അവള് വിചാരിച്ചു ഞാൻ ഇവിടെ നിൽക്കുവാന്ന്, അങ്ങനെ ഇരുന്നു. പക്ഷെ ഞാൻ നടക്കുന്നുണ്ട്, വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. വിശക്കാണോ? രാവിലെ ഇവിടെ കണ്ടില്ല കേട്ടോ. രാവിലെ എവിടെ പോയെന്നറിയില്ല, എവിടെയോ കറങ്ങാൻ പോയിരിക്കുന്നു. അങ്ങനെ എന്റെ നൂനിപ്പൊന്നും ഞാനും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. പാവട്ടോ അവള്, ഓട്ടം കണ്ടില്ലേ, കൊച്ചുകളി. ഇവളെ കൈയൊക്കെ ഉണ്ടല്ലോ, നമ്മള് വിചാരിക്കും ഇവള് കളിക്കുന്നതാണെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവള് ഭയങ്കര കളിയൊക്കെ കളിക്കും, പക്ഷെ നമ്മളെ കൈയെല്ലാം മാന്തി ഒരു പരുവാക്കും. വലിയ കൈയൊക്കെ ആയതുകൊണ്ട് നഖമൊക്കെ വലുതാവളുടെ. സാധാരണ നാട്ടിലെ നമ്മുടെ പൂച്ചകളൊക്കെ ചെറിയ കളിച്ചാലും നമുക്ക് അധികം വേദന എടുക്കില്ല, പക്ഷെ ഇവളുടെ അടുത്ത് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കും. എന്നിട്ട് അവള് കൂളായിട്ടിരിക്കുകയും ചെയ്യും. ഓടി 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 വരുക ശുദ്ധരി പെണ്ണ്. അവിടെ ഒരു കാറ് കിടക്കുന്നുണ്ടായിരുന്നു, അവൾ അതിന്റെ ഇടയിലേക്ക് പോവുമായിരുന്നു. എന്നെ വിളിച്ചപ്പോ വന്നു കേട്ടോ. പുള്ളിക്ക് അതൊന്നും വലിയ പേടിയൊന്നുമില്ല, സ്ഥിരം കാണുന്നുണ്ട്. അതാ ഓടി ഓടി വരിക. ഓക്കേ, അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്താറായി. ശരിക്കും നൂനു എന്നോട് സംസാരിക്കുവാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇവളോട് എന്ത് ചോദിച്ചാലും അവൾ അതിന് മറുപടി പറയും. ഞാൻ ഇങ്ങനെ ചിന്തിക്കുവായിരുന്നേ, ശരിക്കും ഇതുങ്ങൾക്കൊക്കെ സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ശരിക്കും അവര് നമുക്കൊരു സപ്പോർട്ട് തന്നെയായിരിക്കും. അത്രയും മനുഷ്യരെക്കാട്ടിലും ചിലപ്പം ഇതുങ്ങൾ ഒരു പക്ഷേ സപ്പോർട്ട് തന്നെയായിരിക്കും നമുക്ക്. ഭയങ്കര ഹീലിംഗ് ആണ് ഇവരുള്ളത്.